ഗൂഗിളിൻ്റെ ഗൂഗിൾ പിക്സൽ 8 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ചില ന്യൂസുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. പിന്നെ വിലയെ പറ്റിയിട്ടുള്ള ന്യൂസുകളും പുറത്തു വന്നിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഗൂഗിൾ പിക്സൽ 8 എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 6.1 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആയിരിക്കും ഈ ഫോണിൽ വരിക. അപ്പം അത്യാവശ്യം കോമ്പാക്റ്റ് ആയിട്ടുള്ള സൈസിൽ വരുന്ന ഒരു ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ വരിക. പൊതുവേ ഇപ്പം അധിക ഫോണുകളിലൊന്നും ഈ ഒരു 6.1 ഇഞ്ചിൻ്റെ സ്ക്രീനൊന്നും കാണാറില്ല. പൊതുവേ 6.5 ഇഞ്ചിൻ്റെ മുകളിലേക്കാണ് സ്ക്രീൻ സൈസ് വരാറ്. എന്തായാലും ഇതിൽ 6.1 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ വന്നേക്കാം. ഫുൾ HD റെസൊല്യൂഷൻ ആയിരിക്കും വരിക. OLED പാനലും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ പഞ്ചോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ വരും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. ഡിസ്പ്ലേയിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഗൂഗിൾ പിക്സൽ 7ൽ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആയിരുന്നു സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് എന്നുള്ളത് ഒരു അപ്ഗ്രേഡ് തന്നെയായിരിക്കും. പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് വരിക 1400 നിറ്റ്സ് ആയിരിക്കും. അപ്പം അത്യാവശ്യം തിരക്കുള്ള നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ടെൻസർ G3 ചിപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഇത് ഗൂഗിളിൻ്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. ഗൂഗിൾ പിക്സൽ 8 സീരീസിലൊക്കെ ഈ ഒരു പ്രോസസ്സറാണ് വന്നിട്ടുള്ളത്. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ഫോണിൽ 128 GB ഇൻറ്റേർണൽ വെർഷനും 256 GB ഇൻറ്റേർണൽ വെർഷനും വന്നേക്കാം. സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. മിക്കവാറും 3.5 ഓഡിയോ ജാക്ക് ഈ ഫോണിൽ ഉണ്ടാവില്ല. അതുപോലെ തന്നെ മെമ്മറി കാർഡ് സ്ലോട്ടും ഇതിലുണ്ടാവാൻ ചാൻസ് ഇല്ല. ആൻഡ്രോയിഡ് 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. പിന്നെ നമുക്കറിയാവുന്ന കാര്യമാണ് ഗൂഗിളിൻ്റെ ഫോണുകളിൽ സ്റ്റോക്ക് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ആണ് വരാറ്. പിന്നെ ഇപ്പം സോഫ്റ്റ്വെയറിൽ കുറേ AI ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഈ ഒരു ഫോണിൽ കുറേ നല്ല AI ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ചിലത് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഫീച്ചേഴ്സും ഇതിൽ വന്നേക്കാം. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വന്നേക്കാം. 64 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ ഇതിൽ വരുന്നതായിരിക്കും. സോണി IMX787 സെൻസർ ആയിരിക്കും ഇത്. വോയിസിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നേക്കാം. പിന്നെ 13 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഫ്രണ്ടിൽ 13 മെഗാ പിക്സലിൻ്റെ സോണി IMX712ൻ്റെ സെൽഫി ക്യാമറയും വന്നേക്കാം. പൊതുവേ ഗൂഗിൾ പിക്സൽ ഫോണുകളിൽ നല്ലൊരു ക്യാമറ ഒപ്റ്റിമൈസേഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നല്ലൊരു ക്യാമറ പെർഫോമൻസ് നമുക്ക് ഗൂഗിൾ പിക്സൽ ഫോണുകളിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ 4500 mAh ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. 27 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വന്നേക്കാം. Type-C ചാർജിംഗ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. പിന്നെ ഗൂഗിൾ പിക്സൽ 7ൽ വയർലെസ് ചാർജിങ് സപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു ഫോണിലും വയർലെസ് ചാർജിങ് പോലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വന്നേക്കാം. പിന്നെ ഫോണിൻ്റെ ബോക്സിൽ മിക്കവാറും ചാർജർ ഉണ്ടാവില്ല. ചാർജർ സെപ്പറേറ്റ് മേടിക്കേണ്ടി വരും. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മെയ് 14 ഗൂഗിൾ I/O ഇവൻറ്റ്സ് നടക്കുന്നുണ്ട്. ആ ഒരു ദിവസം ചിലപ്പം ഈ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തേക്കാം. അപ്പം മെയിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യാനാണ് സാധ്യത. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൻ്റെ വില $500 to $550 പ്രൈസിങ്ങിലായിരിക്കുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് 42,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബാക്കി ഫോണുകളുടെ കാര്യത്തിൽ ഗ്ലോബൽ മാർക്കറ്റിലുള്ള അത്രയും വില ഇന്ത്യൻ മാർക്കറ്റിൽ വരാറില്ല. പക്ഷേ ഗൂഗിളിൻ്റെയും ആപ്പിളിൻ്റെയും ഫോണുകളുടെ കാര്യത്തിൽ വില ഇന്ത്യയിൽ കൂടുകയാണ് ചെയ്യാറ്. അപ്പം ഈ ഒരു ഫോൺ നമുക്ക് കുറച്ചും കൂടി കൂടിയൊരു പ്രൈസ് റേഞ്ചിൽ ഇന്ത്യൻ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യാം. അപ്പം ഒരു 50,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് ഈ ഫോണിൻ്റെ വില എത്തിയേക്കാം. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ഗൂഗിൾ പിക്സൽ 8 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.